പണ്ടാണെങ്കിൽ വെള്ളം കോരണമായിരുന്നു, നെല്ലിടിക്കണമായിരുന്നു, തലയിൽ വെയിറ്റ് ചുമ്മണമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ജോലികളില്ല. നമുക്ക് വെള്ളം കോരണ്ട മോട്ടറാണ്, അരി അരയ്ക്കണ്ട മിക്സിയാണ്, അലക്കണ്ട വാഷിംഗ് മെഷീനാണ്. പിന്നെ ഇവർ ചെയ്യുന്നൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാനാണ് ഇപ്പം എല്ലാവരും ശ്രമിക്കുന്നത്. ഇപ്പം ഡയറ്റ് ചെയ്യും. ഡയറ്റ് ചെയ്യുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ വിചാരിച്ചു വെറുതെ വിട്ടതാണെന്ന്. അപ്പോൾ ഈ മുഖക്കുരു വരുന്നത് കോമൺ ആയിട്ട് ടീനേജ് ഒരു പ്രോബ്ലം ആണല്ലോ. ഇതിൽ ഞാൻ പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ശരീരം നമ്മളെ തന്നെ ആക്രമിക്കുമോ? കേൾക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം കൗതുകം തോന്നാം. പക്ഷേ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ കേസസിൽ ആക്ച്വലി ഇതാണ് സംഭവിക്കുന്നത്. ഇതേപറ്റി ആധികാരികമായി സംസാരിക്കാൻ വി ഹാവ് എ റുമറ്റോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണു ചന്ദ്രൻ. സർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ ചില അമ്മമാരോടൊക്കെ ജിമ്മിലേക്ക് വിളിക്കുമ്പോൾ അവർ യൂഷ്വലി പറയുന്നൊരു കാര്യമാണ്, അതായത് നമ്മളെന്തിനാ ഇപ്പോൾ ജിമ്മിൽ പോകേണ്ട കാര്യം, നമ്മളല്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളത്. അതെ. നമ്മളുടെ വീട്ടു ജോലി ചെയ്യുന്നത് ഒരു വ്യായാമമായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റും? ഇല്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ കാർ ഓടിക്കുമ്പോൾ ടയർ എന്നും കറങ്ങുന്നുണ്ട്. പിന്നെ എന്തിനാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ജോയിൻസിന് ഒരു പർട്ടിക്കുലർ മോഷനിലല്ല നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഒരു പൊസിഷനിലല്ല നമ്മൾ കീപ്പ് ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് ജോലി തീർക്കാനാണ് നമ്മൾ ശ്രമിക്കുക. നമ്മൾ ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് ആ ഒരു മസിലിനെ മാത്രമായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. കുറേ റീൽസൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും. അതായത് ജിമ്മിൽ പോകുന്നവർ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും എക്സസൈസ് ചെയ്തതുപോലെ പൊസിഷൻ ചെയ്ത് എക്സസൈസ് ചെയ്യുന്നതൊക്കെ കാണിക്കാറുണ്ട്. വളരെ രസകരമാണ്. പക്ഷേ നമ്മൾ സാധാരണ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ജോലി തീർത്തിട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഒരു മസിലിനെ അല്ല നമ്മൾ നോക്കുക, പല രീതിയിൽ നിന്നിട്ടായിരിക്കും നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മേളിൽ നിന്നൊരു സാധനം എടുക്കുമ്പോൾ നമ്മൾ ഒരു അബ്നോർമൽ പൊസിഷനിൽ നിന്നിട്ടായിരിക്കും സാധനം എടുക്കുക. അല്ലെങ്കിൽ ഒരു പ്രഷർ കുക്കർ മാറ്റുമ്പോൾ പൊസിഷൻ നോക്കിയിട്ടല്ല നമ്മൾ പ്രഷർ കുക്കർ മാറ്റുക. അത് പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൈവെള്ളും. അപ്പോൾ പെട്ടെന്ന് ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത ജോലിയിലേക്ക് പോകണം. നമുക്ക് മറ്റു ജോലികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും വെയർ ആൻഡ് ടയർ സംഭവിക്കും. സ്ലോ അല്ലെങ്കിൽ ലോ ഇൻറ്റൻസിറ്റി റെപ്പറ്റേറ്റീവ് മൂവ്മെൻറ്റ് വരുന്നത് കൊണ്ട് ജോയിൻസിന് പെട്ടെന്ന് അവിടെ ഡാമേജ് ഉണ്ടായിട്ട് വരികയാണ് ചെയ്യുന്നത്. മസിലിൻ്റെ സ്ട്രെങ്ത് ഇതിൻ്റെ കൂടെ പോവുകയും ചെയ്യും. പിന്നെ ഇവർ ചെയ്യുന്നൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാനാണ് ഇപ്പം എല്ലാവരും ശ്രമിക്കുന്നത്. ഇപ്പം ഡയറ്റ് ചെയ്യും. ഡയറ്റ് ചെയ്യുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പം എല്ലാവരും ഡയറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കി ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ലെങ്കിൽ അരിയാഹാരം മാത്രം കഴിച്ചിട്ടാണ്. നമ്മുടെ മസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. അപ്പം മസിലിനെ റിപ്പയർ ചെയ്യണമെങ്കിൽ പ്രോട്ടീൻ ചെല്ലണം. അപ്പം നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും അതേപോലെ തന്നെ പയർ വർഗ്ഗങ്ങളും ഇല്ലാണ്ട് നമ്മൾ അരിയാഹാരം മാത്രം കഴിച്ചാൽ റിപ്പയർ നടക്കില്ല. അപ്പം എല്ലാവരുടെയും വെയിറ്റ് കുറയും, പക്ഷേ മസിൽ ലോസ് ആണ് സംഭവിക്കുന്നത്. കാരണം പ്രോട്ടീൻ ചെല്ലാണ്ട് മസിലിനെ റിപ്പയർ ചെയ്യാണ്ട് മസിലിന് ഡാമേജ് വന്നിട്ട് പെട്ടെന്ന് ഡീജനറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പം എക്സസീവ് ഡയറ്റിംഗ് ഒരു പ്രശ്നമാണ്. നമ്മുടെ ബോഡിക്ക് ഇതൊരു സ്ട്രെസ്സും തരും. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അവിടെയും വരാം. ഇപ്പോൾ ഡയറ്റ് ചെയ്യുമ്പോൾ അബ്നോർമലായിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ തലമുടി കൊഴിയും, അതേപോലെ തന്നെ ക്ഷീണം വരാം, അതേപോലെ തന്നെ മസിൽ ലോസ് വരാം, ജോയിൻറ്റ് പെയിൻ വരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നല്ല ഭക്ഷണവും നല്ല എക്സസൈസും ചെയ്ത് ബോഡിനെ റീജനറേറ്റ് ചെയ്യാനാണ് നോക്കേണ്ടത്. വെയിറ്റ് എന്ന് പറയുന്ന ഘടകത്തിനെക്കാട്ടിലും കൂടുതൽ ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കുകയും മസിൽ സ്ട്രെങ്ത് കൂട്ടുകയും ചെയ്യുകയാണ് റീജനറേഷന് നല്ലത്. ഇതിപ്പോൾ ഇത് കൂടുതലും ഇത്തരം അസുഖങ്ങൾ പറയുന്നത് ജനറ്റിക്കലാണെന്നാണല്ലോ, ജനിതകമാണെന്നാണല്ലോ. ഇതപ്പോൾ നമ്മൾ അടുത്ത ജനറേഷനിലേക്ക് പകരാതിരിക്കാൻ അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ മുൻകൂട്ടി ചെയ്യേണ്ടതും എടുക്കേണ്ടതൊക്കെ? ചില അസുഖങ്ങൾ നമുക്ക് തനതായിട്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ വരാൻ ഒരു കാരണം ഉണ്ടാകും. അന്തരീക്ഷത്തിലെ മലിനീകരണമോ, എക്സസീവായിട്ടുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസ്, അതായത് സൂര്യപ്രകാശം എക്സസീവായിട്ട് കൊള്ളുമ്പോൾ നമുക്ക് അൾട്രാവയലറ്റ് റേഡിയേഷനും അതിൻ്റെ കൂടെ കൊള്ളുന്നുണ്ട്. ഇപ്പോൾ സ്കിന്നിൽ ഡാമേജ് വന്നിട്ട് അവിടെ ജനിതകമാറ്റം വരാം. പുക വലിക്കുന്നത് ഒരു ജനിതകമാറ്റം ഉണ്ടാകാൻ കാരണമാണ്. മനസ്സിലായോ? അന്നനാളത്തിൽ ചില ചേഞ്ചസ് വരുത്തും, അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ നാളത്തിനുള്ളിൽ ചേഞ്ചസ് വരുത്തും. ഈ ജനറ്റിക് പ്രശ്നം കൊണ്ട് മാത്രമല്ല നമുക്കൊരു വാതരോഗം ഉണ്ടാകുന്നത്. ഈ ജനറ്റിക് പ്രശ്നം നോർമലി ഉള്ളവരും കാണും, പക്ഷേ അവർക്കൊരു സെക്കൻഡ് ഹിറ്റ്, രണ്ടാമതൊരു കാരണം ഉണ്ടാവണം എൻവയോൺമെൻറ്റിൽ നിന്നും. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങൾ, ഇപ്പം പുകവലി ഒരു കാരണമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ജനിതക മാറ്റമുള്ള ആൾക്ക് ചിലപ്പോൾ ഈ പുക വലിച്ചില്ലായിരുന്നെങ്കിൽ ഈ അസുഖം ഉണ്ടാവില്ലായിരിക്കും. കാരണം ആ സെക്കൻഡ് ഹിറ്റ് വന്നാൽ മാത്രമേ ഈ അസുഖമായി മാറുള്ളൂ. പിന്നെ അണുബാധകൾ, ഇപ്പം ചിക്കൻ ഗുനിയ വന്നവർക്ക് എല്ലാവർക്കും വാദം വന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇല്ല, ഭൂരിഭാഗം ആൾക്കാർക്കും. ഈ ജനറ്റിക് ചേഞ്ച് ഉള്ളവർക്കാണ് ഇത് കൂടുതലും വാദമായിട്ട് മാറാൻ ഒരു കാരണമാകുന്നത്. ചിലരിൽ ഈ അണുക്കൾ ജനറ്റിക് ചേഞ്ച് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധാരണ ഇങ്ങനൊരു ജനറ്റിക് ഡിസീസ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ഒരാൾക്ക് നെക്സ്റ്റ് ജനറേഷനിലേക്ക് 10% ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെ, പ്രതിരോധ കോശങ്ങളെ നമ്മൾ ടോളറൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡി തന്നെ ഒരു
നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സഹിഷ്ണുത മാറാനുള്ള കാരണം ബോഡിയിലുണ്ടാകുന്ന സ്ട്രെസ്സാണ്. എക്സസൈസ് ചെയ്തില്ലെങ്കിൽ എക്സ്ട്രാ കൊളസ്ട്രോളും എക്സ്ട്രാ ഫാറ്റും ഒക്കെ ഡെപ്പോസിറ്റ് ആയിട്ട് ഈ ഫാറ്റും എല്ലാം ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇപ്പം നമുക്ക് ഈ കൊളസ്ട്രോളൊക്കെ കൂടുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം എന്നുള്ളത് സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മറ്റ് അസുഖങ്ങളെ കൂടെ സ്ട്രെസ് ചെയ്യാം, മനസ്സിലായി, അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു അണുബാധ ഉണ്ടാകുന്നത് ഇതിനെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പം നല്ല എക്സസൈസും നമ്മുടെ ആരോഗ്യത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രിവെൻഷനാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുമല്ലോ. അപ്പം മാസ്ക് ഇട്ട് അണുക്കൾ വരാതെ, നമ്മൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരാതെ നമ്മൾ സൂക്ഷിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാക്സിനേറ്റ് ചെയ്ത് നമ്മൾ അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുന്നത് പ്രതിരോധ ശേഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു രീതിയാണ്. മൂന്നാമതായിട്ട് എക്സസൈസ് ചെയ്ത് നല്ല ഇമ്മ്യൂണിറ്റിനെ കൊണ്ടുവരുന്നത് ഒരു രീതിയാണ്. ഈ 3 രീതികളാണ് നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് പറ്റുന്നത്. മറ്റ് കാരണങ്ങൾ, മറ്റിപ്പോൾ പല രീതിയിലും നമ്മളിപ്പം നേരത്തെ കണ്ടുപിടിച്ചാലോ ഒന്നും നമുക്ക് ഈ അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. ഇപ്പോൾ 10% ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളവരും നല്ല ശീലങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അസുഖങ്ങൾ വരാതെ നമുക്ക് നോക്കാം. ഓക്കെ. ഈ ഡീജനറേറ്റീവ് ഡിസീസ് എന്താണെന്നും അതിൻ്റെ സിംറ്റംസും കൂടെ ഒന്ന് പറയൂ. ഡീജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജുകളെയാണ് നമ്മൾ സാധാരണ ഡീജനറേറ്റീവായിട്ട് പറയുന്നത്. ഡീജനറേഷൻ ഉണ്ടാകുന്നത് ബേസിക്കലി നമ്മുടെ പേശികൾക്കും എല്ലുകൾക്കും ബലക്കുറവുണ്ടാകുമ്പോഴാണ്. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ബോഡി ഒരു മെഷീൻ പോലെ കാണുന്ന ഞാൻ പറയാം. അപ്പോൾ ഈ ബോഡിയുടെ ഫങ്ഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മസിൽസ് ഇല്ലാതെ വരുമ്പോൾ എന്ത് പറ്റും? ആ ജോയിൻസ് എല്ലാം ഫ്ലെയിലാകും, അതായത് ലൂസായി പോകും. ഇപ്പോൾ ലൂസാകുമ്പോൾ കൊണ്ടുവരഞ്ഞിട്ട് വേദനകളുണ്ടാവും. ഇപ്പോൾ ഇൻഫ്ലമേറ്ററിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡീജനറേറ്റീവിന് കുറച്ചും കൂടെ ജോയിൻസിൽ നീർക്കെട്ടും ജോലി ചെയ്യുമ്പോൾ കൂടുതൽ വേദനയും ഉണ്ടാകും. ഇൻഫ്ലമേറ്ററിക്ക് ഇപ്പോൾ ആമവാദത്തിന് ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് ആണ് ഒരു മെയിൻ ലക്ഷണങ്ങൾ. ഓക്കെ. രാവിലെ എണീക്കുമ്പോൾ കൈകാലും മടക്കാനും നിവർത്താനും ഉള്ള ബുദ്ധിമുട്ട് ഒരു തൊട്ട് 1 മണിക്കൂറിന് മേളിൽ കാണുന്നതാണ് ഇൻഫ്ലമേറ്ററി ജോയിൻറ്റ് പെയിൻ എന്ന് പറയുന്നത്. എന്നാൽ ഡീജനറേഷനിൽ എന്താ പറ്റുക? ഇനിഷ്യലി ചെറിയ സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കാം, തലേദിവസം ജോലി ചെയ്തത് കൊണ്ടുണ്ടായ നീര് കാരണം ചെറിയ സ്റ്റിഫ്നെസ് ഉണ്ടായിരിക്കാം. ഇത് അരമണിക്കൂർ താഴെ നിൽക്കുള്ളൂ. എന്നാൽ ജോലി ചെയ്യുമ്പോൾ ഈ വേദന കൂടിക്കൂടി വരും. അതായത് നടക്കുമ്പോൾ മുട്ടിന് വേദന കൂടുക, അതേപോലെ സ്റ്റെപ്പ് കയറുമ്പോൾ മുട്ടിന് വേദന കൂടുക, ഇരുന്നിട്ട് എണീക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഡീജനറേഷനിലായിരിക്കും കൂടുതൽ. എന്നാൽ ആമവാദത്തിലോ രാവിലെ എണീക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ, റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന. ജോലി ചെയ്യുമ്പോൾ വേദന കുറഞ്ഞു വരും. ഓക്കെ. പിന്നീട് പോയി റെസ്റ്റ് എടുക്കുമ്പോഴാണ് വീണ്ടും വേദന തുടങ്ങുക. ജെൽ ഫിനോമിനൻ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ. ഈ ജെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുമ്പം പെട്ടെന്ന് ഒഴുകിപ്പോവും. ജെൽ ഒഴിക്കുമ്പോൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അത് ഒഴുകാനായിട്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ജോയിൻസും പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് വാമായി വരണം, മനസ്സിലാവും. ഇതിനാണ് ജെൽ ഫിനോമിനൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് കൂടുതലും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൽ കാണുന്നതാണ്. ഡീജനറേഷനിൽ ജെൽ ഫിനോമിനേക്കാളിലും കൂടുതൽ മെക്കാനിക്കൽ പെയിൻ ആണ്, ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. ഓക്കെ. പിന്നെ വൈകല്യങ്ങൾ, നമുക്ക് ഡീജനറേഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു ജോയിന്റ് ലൂസായി പോകുന്നു, അപ്പോൾ ഷേപ്പ് മാറിപ്പോകും. ഓക്കെ. അപ്പോൾ അവരെന്താ ചെയ്യുക? ആ ഷേപ്പ് മാറിയത് കൊണ്ട് ഉണ്ടാകുന്ന ഉരച്ചിൽ മാറാനായിട്ട് അവർ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യും. ഇപ്പോൾ മുട്ടിന് സന്ധിവാദം എന്ന് പറയുന്നത് മുട്ടിനുള്ള ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം. മുട്ടിന് വേദന വരുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവർ നടക്കുന്നതിൻ്റെ രീതി തന്നെ മാറും. അവർ ഇടുപ്പ് കൊണ്ട് നടക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളവരാണ് ആടി നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കാരണം മുട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ഫ്രണ്ടിലോട്ട് കാലെടുത്ത് വെച്ചാൽ നടക്കേണ്ടത്, അല്ലേ? ഫ്രണ്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് പറ്റും? കാല് കറക്കി വെക്കും. അതിനാണ് ഹിപ്പ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡീജനറേറ്റീവ് ഡിസീസിൽ എക്സസൈസ് ചെയ്യുന്തോറും വേദന കൂടിക്കൂടി വരും. ഓക്കെ. ഇതൊരു പ്രോഗ്രസീവ് ഡിസീസാണ്. നമ്മൾ സമയത്തിന് ഇതിനെ ഇൻ്റർവ്യൂൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡാമേജ് കൂടിക്കൊണ്ടിരിക്കും. അത് ഒരു ജോയിന്റിൽ നിന്ന് മറ്റൊരു ജോയിന്റിലേക്ക് പ്രോഗ്രസ് ചെയ്യും. ഇപ്പം നമ്മൾ ചോദിക്കുക എന്താണ് ഇൻ്റർവെൻഷൻ എന്നുള്ളത്, അല്ലേ? ഡീജനറേഷൻ ഉണ്ടാകാനുള്ള കാരണം മസിലിൻ്റെ ഡാമേജ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ കാർട്ടിലേജ് പാളികൾക്കുണ്ടാകുന്ന ഡാമേജ്. എല്ലിൻ്റെ പുറത്തൊരു കാർട്ടിലേജ് പാളിയുണ്ട്, കുഷ്യൻ പോലൊക്കെ ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് തേഞ്ഞില്ലാണ്ടാവുമ്പോഴാണ് ഡാമേജ് കൂടുന്നത്. എല്ലുകൾ കൊണ്ടുവരഞ്ഞിട്ട് വേദന വരുന്നതും നീർക്കെട്ട് വരുന്നതും. അപ്പോൾ ഇതിനെ തിരിച്ചു കൊണ്ടുവരണം, റീജനറേഷൻ സംഭവിക്കണം. എങ്ങനെ റീജനറേറ്റ് ചെയ്യുക? റീഹാബിലിറ്റേഷനിലൂടെയാണ് റീജനറേഷൻ സംഭവിക്കുക. മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടണം, മനസ്സിലായോ? അപ്പം എന്ത് വേണം? എക്സസൈസ് വേണം. എക്സസൈസ് ആണ് റീജനറേറ്റ് ചെയ്യാനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. തേയ്മാനങ്ങൾ ഉണ്ടാകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ
എക്സസൈസ് ആണ്. അപ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാറില്ല, ഇപ്പോൾ തേയ്മാനം അപ്പോൾ എക്സസൈസ് ചെയ്താൽ കൂടുതലല്ലേ ചെയ്യാന്നുള്ളത്. നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ് തേയ്മാനം കൂടുക. ഓക്കെ, വിയർ ആൻഡ് ടയർ. ഓക്കെ, ഒരു മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് വിയർ ആൻഡ് ടയർ സംഭവിക്കും. എന്നാൽ നമ്മൾ അതിനെ കോൺസ്റ്റൻ്റ്ലി നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ നമുക്കതിന് റിപ്പയർ സംഭവിക്കുകയും റീഹാബിലിറ്റേഷൻ സംഭവിക്കുകയും ചെയ്യും. കാർ ഓടിക്കുന്ന പോലെ കാർ എന്നും ഓടുന്നില്ലേ, എന്തിനാ പിന്നെ ടയർ പോയി എപ്പോഴും റിപ്പയർ ചെയ്യുന്നത്? എല്ലാ ദിവസവും ഓടുന്നുണ്ടല്ലോ, കാരണം ഇതിൻ്റെ അലൈൻമെന്റ് ശരിയാക്കണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ വർക്ക് ചെയ്യുന്നതാണ് ഡീജനറേഷനുള്ള കാരണം. എക്സസൈസ് ചെയ്യുന്നത് റീജനറേഷന് കാരണമാകുന്നു. ഓക്കെ. അപ്പോൾ ഈ റിപ്പയർ അലൈൻമെന്റ് കറക്റ്റ് ആക്കാനാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ. ജിമ്മിലുള്ള സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ നമുക്ക് മസിൽസിനെ ഐസൊലേറ്റ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ഒരു മസിൽ ഇപ്പം മുട്ടിന് വേദനയുള്ളത് തുടയുടെ മസിലിൻ്റെ ബലക്കുറവായിരിക്കാം. ചിലരുടെ കാല് കാണാം ഭയങ്കര ശോഷിച്ച കാലാണ്. അപ്പോൾ എന്ത് പറ്റും, അവർക്ക് അവരുടെ ബോഡി വെയ്റ്റിനെ തന്നെ മുട്ടിന് താങ്ങാൻ പറ്റില്ല. അപ്പോൾ കാലിൻ്റെ മുട്ടിന് നീര് വരികയും കാർട്ടിലേജ് പാളികൾക്ക് ഡാമേജ് വരികയും പെട്ടെന്ന് തേയ്മാനം വരികയും ചെയ്യും. എന്നാൽ എക്സസൈസ് ചെയ്ത് തുടങ്ങും. തുടക്കം എക്സസൈസ് ചെയ്യാൻ നല്ല പാടാണ് കേട്ടോ, പറയുന്ന പോലെയൊക്കെയല്ല. അപ്പോൾ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് യങ് ഏജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. കാരണം നമുക്ക് അങ്ങനെ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ജോലികൾ ഇപ്പോൾ ഇല്ല. പണ്ടാണെങ്കിൽ വെള്ളം കോരണമായിരുന്നു, നെല്ലിടിക്കണമായിരുന്നു, തലയിൽ വെയിറ്റ് ചുമ്മണമായിരുന്നു. ഇപ്പം മസിൽസിനെ നമ്മൾ അങ്ങനെ എക്സസൈസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ജോലികളില്ല. നമുക്ക് വെള്ളം കോരണ്ട മോട്ടറാണ്. ഓക്കെ, അരി അരയ്ക്കണ്ട, മിക്സിയാണ്, അലക്കണ്ട, വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴെന്താ പറ്റുക, നമുക്ക് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള വർക്ക് ഇല്ല. പിന്നെ തൂക്കുന്നതും തുടയ്ക്കുന്നതും അങ്ങനെയുള്ളതാണ്. എന്നാൽ ഇത് ചെയ്താൽ പോരെന്ന് ചോദിക്കും. അത് ചെയ്യുമ്പോഴും നമ്മൾ ഐസൊലേറ്റ് ചെയ്തില്ല. ഞാൻ പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മസിലിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മസിലിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സസൈസ് ചെയ്യാൻ. അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് രീതി നമുക്ക് ചെയ്യാം. നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് ഡൈനാമിക്കായിട്ട് ചെയ്യാം, അതായത് ഡംബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് പോലൊക്കെ. അല്ലെങ്കിൽ നമുക്ക് ഒരേ പൊസിഷനിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതും ഒരു എക്സസൈസാണ്. ഇപ്പം നമ്മൾ ചെറിയ വെയിറ്റ് പിടിച്ചിട്ട് നമ്മളൊരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ മസിൽ ആക്റ്റീവ് ആകും. അപ്പോൾ അങ്ങനെ നമുക്ക് മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് മസിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. ഗ്രോത്ത് ഉണ്ടാക്കുമ്പോൾ ഏജ് റിഗ്രസ് ചെയ്യാനും മസിൽസിനെ റീജനറേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. അങ്ങനെ ജോയിന്റിനെ പ്രൊട്ടക്ട് ചെയ്യും. നീ ബെഷറ്റ് ഡിസീസ് എന്താണെന്ന് കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ബെഷറ്റ്സ് എന്ന് പറയുന്നത് ഒരു ജനിതകമായിട്ടുള്ളൊരു വാസ്കുലൈറ്റിസ്, രക്തക്കുഴലുകളുടെ ഒരു വാദമാണ്. രക്തവാദം എന്നൊക്കെ നമുക്ക് പറയാം. ഇത് മെയിനായിട്ടും മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്ന സീയുടെ കോസ്റ്റിലുള്ള ആൾക്കാരിൽ കണ്ടുവന്നിരുന്നൊരു ജനിതക രോഗമാണ്. ടർക്കിയിലാണ് ഏറ്റവും കൂടുതൽ ഈ അസുഖമുള്ളത്. പക്ഷെ പണ്ട് കാലത്ത് പട്ട ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇന്ത്യയിലും ചൈനയിലുമാണ്. അപ്പോൾ സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഫോം ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്നും ടർക്കി അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ കോസ്റ്റിലുള്ള ആൾക്കാർ പട്ടിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വരികയും ചൈനയിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെ വന്ന് അവരുടെ ജനിതക സ്പ്രെഡ് നടത്തി. അതായത് ഇവിടെ വന്ന് അവർ പ്രൊക്രിയേറ്റ് ചെയ്ത് കുട്ടികളെ ഉണ്ടാക്കുകയും ഈ ജനറ്റിക് മെറ്റീരിയൽ അവരിലുണ്ടായിരുന്ന ജനറ്റിക് ചേഞ്ച് നമ്മുടെ ജനത്തിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. അപ്പം നമ്മുടെ ജനത്തിന് ഈ ജീനിൻ്റെ ഒരു കണിക നമുക്ക് കിട്ടി. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന രക്തക്കുഴലുകളുടെ ഒരു വാദമാണ് ഈ ബെഷറ്റ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ നമുക്കൊരു വായിൽ പുണ്ണോ ജനറ്റൽ റീജിയൻ, അതായത് യോനി ഭാഗത്തോ മണിയുടെ ഭാഗത്തോ അൾസസ് ഉണ്ടാകുക, അല്ലെങ്കിൽ കണ്ണിന് ചുവപ്പ് വരിക, മുഖക്കുരു പോലൊക്കെ വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷണങ്ങളായിട്ട് വരിക. ഇത്തിരി അഗ്രസീവായിട്ടുള്ള ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ മഹാധമനികളിലോ അല്ലെങ്കിൽ കാലിൻ്റെ രക്തക്കുഴലുകളിലോ ക്ലോട്ട് ഉണ്ടാക്കാം. ഇതൊരു അണ്ടർ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ അത്രയും കേട്ടിട്ടില്ലാത്തതായിട്ടുള്ളൊരു ഡിസീസാണ് ബെഷറ്റ്സ് ഡിസീസ് എന്ന് പറയുന്നത്. പക്ഷെ കേരളമായിരുന്നു ഈ ആൾക്കാരുടെ എല്ലാം മെയിൻ കേന്ദ്രം. ഓക്കെ, അപ്പോൾ ടർക്കിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കേരളത്തിലായിരുന്നു തമ്പടിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനതയ്ക്ക് ഈ ബെഷറ്റ്സ് ഡിസീസ് കൂടുതൽ കാണാറുണ്ട്. ഇന്ത്യയിലെ മറ്റ് പോപ്പുലേഷനെക്കാട്ടിലും കൂടുതൽ കേരളത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്നത് വായിൽ പുണ്ണ് വരിക, മുഖക്കുരു പോലൊക്കെ വരിക, അല്ലെങ്കിൽ ദേഹത്ത് ഇതേപോലെ പസ്റ്റ്യൂൾസ് വരിക, അതേപോലെ തന്നെ കണ്ണിന് ചുവപ്പ് വരിക. അത് ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് വരിക എന്നുള്ളതാണ്. ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസും ആകാം ചിലപ്പോഴും. അതുകൊണ്ട് തന്നെ മിക്കവാറും ഉള്ള ആൾക്കാർ ഇതിനെ കാര്യമായിട്ട് എടുക്കില്ല. ഒരു ചെറിയ വായ്പുണ്ണ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു വിറ്റാമിൻ ബി കോംപ്ലക്സ് എടുത്തിട്ട് നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യും. അത് കൂടുതലും ഞാൻ പറഞ്ഞല്ലോ സ്ട്രെസ് ഒരു ഫാക്ടറായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഈ ജീൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശേഷിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു മെഷീനറിയാണ്. ഓക്കെ, നമുക്ക് ഈ സ്ട്രെസ് വരുമ്പോഴോ അണുബാധ വരുമ്പോഴോ ഈ മെഷീനറി
ആക്റ്റീവ് ആകുന്നു. അപ്പോഴാണ് ഇതിൻ്റെ കൂടുതലും ലക്ഷണങ്ങൾ പുറത്തു വരിക. അല്ലെങ്കിൽ ഇത് സൈലൻ്റ് ആയി പോകും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മുഖക്കുരു പോലൊക്കെ പെട്ടെന്ന് കൂടി വരിക, സ്ട്രെസ് വരുമ്പോൾ പെട്ടെന്ന് വായിൽ പുണ്ണ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. കാരണം ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മറ്റ് അവയവങ്ങളെ കൂടെ ബാധിക്കാം. മെയിൻലി രക്തക്കുഴലിൽ ക്ലോട്ട് ഉണ്ടാക്കാം, ലങ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കാര്യവട്ടത്തെ ഒരു ട്രെയിനറാണ്. അപ്പോൾ ആൾക്ക് ഇതേപോലൊക്കെ റിക്കറൻ്റ് ആയിട്ട് മുഖക്കുരു വരികയും തലമുടി കൊഴിയുകയും വായിൽ പുണ്ണ് പോലെ വരികയും ഒക്കെ ചെയ്തപ്പോൾ ഇതേപോലൊക്കെ ഡെർമറ്റോളജിസ്റ്റ് റെഫർ ചെയ്തിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരു സ്റ്റുഡൻറ്റിന് ഇതേപോലൊക്കെ എക്സ്ട്രാ മുഖക്കുരു വന്നപ്പോൾ ആൾ ഇതേപോലൊക്കെ റെഫർ ചെയ്തിട്ട് എൻ്റെ അടുക്കിലേക്ക് വിട്ടു. ആൾക്കും ബെഷസ് ഡിസീസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു വെറുതെ വിട്ടതാണെന്ന്. അപ്പോൾ ഈ മുഖക്കുരു വരുന്നത് കോമൺ ആയിട്ട് ടീനേജ് ഒരു പ്രോബ്ലം ആണല്ലോ. അപ്പോൾ ആളും ഒരു ടീനേജ് ആയിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു, ഇങ്ങനെ ഒരു സ്പ്രെഡെങ്കിലും ആൾക്കാരുടെ ഇടയിൽ ഈ അസുഖത്തിനെ പറ്റിയിട്ടുണ്ടല്ലോ, ഇതൊരു സാധാരണ മുഖക്കുരു ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ സർപ്രൈസിംഗ്ലി ജീൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ആൾക്കും ബെഷസ് ഡിസീസ് ആയിരുന്നു. പിന്നെ വേറൊരു പേഷ്യൻ്റ് ഇതേപോലൊക്കെ ആൾക്ക് ഇതേപോലൊക്കെ റിക്കറൻ്റ് ആയിട്ട് വായിൽ പുണ്ണ് വരിക, കണ്ണിൽ ചുവപ്പ് വരിക, മുഖക്കുരു പോലെ വരിക. അപ്പോൾ ഇങ്ങനെ ജനറ്റിക് ടെസ്റ്റ് ചെയ്തു. ഇതേപോലൊക്കെ ബെഷസ് ഡിസീസ് ആണോ എന്ന് അറിയാനൊക്കെ ചോദിച്ചു. അപ്പോൾ ആള് ഇതേപോലൊക്കെ ഹിസ്റ്ററി ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്കിനും ഫാദറിനോ മറ്റു ആൾക്കാർക്ക് ഇതേപോലൊക്കെയുള്ള പ്രശ്നം ഉണ്ടോ ചോദിച്ചപ്പോൾ ആളുടെ ഫാദറിന് ഇതേപോലെ പ്രശ്നമുണ്ട്. ഓക്കെ, അങ്ങനെ ആളുടെ ഫാദറിനെയും കൂടെ വന്ന് ജനറ്റിക് ടെസ്റ്റ് ചെയ്തപ്പം അച്ഛനും ഇതേ ജനറ്റിക് പ്രോബ്ലം തന്നെയുണ്ട്. രണ്ടുപേരും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. രണ്ടുപേരുടെ മുഖക്കുരുവും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊരു വളരെ അണ്ടർ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. സാധാരണ കുട്ടികളിൽ ഇത് കൂടുതലായിട്ടും കാണാം. അവർക്ക് ഇതേപോലെ കൾസേഴ്സ് വരിക, കണ്ണിന് ചുവപ്പ് വരിക, കണ്ണിൽ പഴുപ്പ് വരിക, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും ഉണ്ടാവുക. ഓക്കെ.